സോസേജ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യുന്നത് കണ്ടാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോസേജ് എടുക്കുക. അതിൽ നിന്ന് ആവശ്യമുള്ളത്ര നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ സോസേജാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതിന് ശേഷം ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കറിവേപ്പില ഇട്ടുങ്ങായിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള വാടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് വാടി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി വാടി വരുമ്പോൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കറിമസാലപ്പൊടി, ഒരു നുള്ള് നല്ല ജീരകത്തിൻ്റെ പൊടി ഇത്രയായിട്ട് വഴറ്റുക. പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചിങ്ങായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോസേജ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിങ്ങായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ മസാലയും സോസേജും കൂടെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ചത് വേവിക്കാം. ഇടയിൽ ഇതുപോലെ എടുത്തുങ്ങായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് പിന്നെയും ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. കുരുമുളകിൻ്റെ പൊടി കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതിലെല്ലാം കറക്റ്റ് കാരണം വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കിട്ടാ.